ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിഷേധത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. കാരണം ഈ വെള്ളിമാടുകുന്ന് ഒബ്സർവേഷൻ ഹോമിന് മുന്നിൽ MSFന്റെ പ്രതിഷേധം നടക്കുന്നു. കുട്ടികളെ പരീക്ഷ എഴുതാൻ സമ്മതിക്കില്ല എന്ന് അറിയിച്ചുകൊണ്ട് ദൃശ്യങ്ങളിലേക്ക്. പോലീസ് വണ്ടി സ്റ്റേഷനിലേക്ക് നീങ്ങുകയാണ്. കോഴിക്കോട് വെള്ളിമാടുകുന്ന് ഒബ്സർവേഷൻ ഹോമിന് മുന്നിലെ പ്രതിഷേധമാണ് നമ്മൾ കണ്ടത്. പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ കയ്യാങ്കളിയുണ്ടായി. വിവരങ്ങളുമായി ബെൻസൺ ബാബു ഉണ്ട് കോഴിക്കോട് നിന്ന് നമുക്കിപ്പം. ബെൻസൺ, കുട്ടികളെ പരീക്ഷ എഴുതിച്ചേ മതിയാവൂ, അതാണ് ചട്ടം, അതാണ് നിയമം. പക്ഷേ യുവജന സംഘടനകൾ കടുത്ത നിലപാടിലാണ്. പ്രതിപക്ഷ യുവജന സംഘടനകൾ. MSF പ്രതിഷേധം അവസാനിച്ചോ? എന്താണ് നിലവിലെ സാഹചര്യം? സേതുലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പ്രതിഷേധത്തിലേക്ക് പോലീസും വിദ്യാർത്ഥി സംഘടനകളും തമ്മിൽ വലിയ കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ പോകുന്നതാണ് കണ്ടത്. അല്പസമയം മുമ്പാണ് MSFന്റെ പ്രതിഷേധം വെള്ളിമാടുകുന്ന് ഒബ്സർവേഷൻ ഹോമിന് മുൻപിലേക്ക് എത്തിയത്. വലിയ പോലീസ് സന്നാഹം ഉണ്ടായിരുന്നു. പ്രവർത്തകർ ഈ ഗേറ്റ് തള്ളിക്കടന്ന് അകത്ത് കയറാനുള്ള ശ്രമമായിരുന്നു. അത് പോലീസ് തടയുന്നു. തുടർന്ന് പ്രവർത്തകർ ഇത്തരത്തിൽ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കാൻ ശ്രമിച്ചു. ആ പ്രവർത്തകരെയാണ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നത്. 20-ലധികം MSF പ്രവർത്തകരായിരുന്നു ഉണ്ടായിരുന്നത്. അവരെ പോലീസ് നിലവിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ്. ഈ വിദ്യാർത്ഥികളെ, ഷഹബാസ് കൊലക്കേസ് പ്രതികളായ 5 വിദ്യാർത്ഥികളെയും പരീക്ഷ എഴുതാൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് ഈ യുവജന വിദ്യാർത്ഥി സംഘടനകൾ പറയുന്നത്. രാവിലെ നമ്മൾ കണ്ടതാണ് KSUവിന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. ആ പ്രതിഷേധക്കാരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. നിലവിൽ ഇപ്പോൾ MSFന്റെ നേതൃത്വത്തിലും വലിയ പ്രതിഷേധത്തിലേക്ക് പോവുകയാണ്. ഇപ്പോഴും ഈ പ്രതിഷേധക്കാർ ഇവിടെ തന്നെയുണ്ട്. അവർ വലിയ പ്രതിഷേധത്തിലേക്ക് പോവുകയാണ്. പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. അതെ, സേതുലക്ഷ്മി ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ MSFന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധത്തിലേക്ക് പോകുന്നു. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. കൊലയാളികളെ പരീക്ഷ എഴുതാൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ പറയുന്നത്. MSFന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത്. അല്പസമയം മുമ്പ് KSUവിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ടായിരുന്നു. അവർ പ്രതിഷേധിച്ച പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ഉണ്ടായത്. ഇപ്പോഴും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥ ഈ വെളിമാടുകുന്ന് ഒബ്സർവേഷൻ ഹോമിന് മുൻപിൽ വലിയ സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. നിലവിൽ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അല്പസമയത്തിനുള്ളിൽ തന്നെ പരീക്ഷ ആരംഭിക്കേണ്ടതുണ്ട്. അതിനാൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇനിയും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. വലിയ പ്രതിഷേധങ്ങളിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയുണ്ട്. കൂടുതൽ പ്രവർത്തകർ KSUവിന്റെ MSFന്റെ അടക്കമുള്ള യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ നിരവധി പ്രവർത്തകർ ഇപ്പോഴും ഈ പ്രദേശത്ത് തടിച്ചുകൂടി നിൽക്കുന്നുണ്ട്. അതിനാൽ തന്നെ വലിയ പോലീസ് സന്നാഹം നമുക്ക് ഈ പിന്നിൽ കാണാം. വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നു. നമുക്കറിയാം, ഇന്നലെ മുതൽക്കേ തന്നെ ഈ ഷഹബാസിന്റെ മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഷഹബാസിന്റെ മരണത്തിലെ പ്രതികളായ 5 വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള യുവജന സംഘടനകളുടെ പ്രതിഷേധം. രാവിലെ നമ്മൾ KSUവിന്റെ പ്രതിഷേധം കണ്ടിരുന്നു. ഇപ്പോൾ MSFന്റെ പ്രതിഷേധമാണ്. പരീക്ഷ തുടങ്ങാൻ ഇനി മണിക്കൂറുകൾ 9-9:30 പരീക്ഷ ആരംഭിക്കും. പക്ഷേ പ്രതിഷേധം നടക്കുകയാണ്. ഈ കുട്ടികളെ എന്നാൽ പരീക്ഷ എഴുതിക്കാതിരിക്കാനും നിർവാഹമില്ല. കാരണം അതാണ് ചട്ടം. ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് പറയുന്ന കാര്യവും അതുതന്നെയാണ്. വീണ്ടും സംഘർഷ സാധ്യതകളുണ്ട്. അപ്പോൾ ഈ വാർത്ത വീണ്ടും ഉണ്ടാകുന്ന മുറയ്ക്ക്, അപ്ഡേറ്റുകൾ വരുന്ന മുറയ്ക്ക് വീണ്ടും ബെൻസണിലേക്ക് പോകാം.